പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് പേരക്കമ്പിന്റെ മുഖഭാഗം അല്ലെങ്കിൽ പുറം തൊലി നമുക്ക് ചെത്തി മാറ്റാം. അതിനുശേഷം നമുക്ക് ആ കത്തി വെച്ച് നന്നായിട്ട് ചിരണ്ടി കൊടുക്കാം. അതിന്റെ മണ്ടയിലുള്ള തൊലി മാറി അതിന്റെ ഉള്ളിൽ ലെയർ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ കമ്പ് ഉണങ്ങി പോകാതിരിക്കാൻ ഇച്ചിരി വെള്ളവും ഒഴിക്കാം. മച്ചന്മാരെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു പഴമാണ്. അപ്പൊ ആ പഴത്തിന് നമുക്ക് അടിഭാഗവും അതുപോലെ തന്നെ നമുക്ക് മോൾ ഭാഗവും നമുക്ക് ചെത്തിക്കളയാം. അതിനുശേഷം നമ്മുടെ പഴം നമുക്ക് നേരെ നടുവ് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇത് നമ്മുടെ കമ്പയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. മച്ചന്മാരെ, അപ്പൊ നമുക്ക് കമ്പയിലേക്ക് ഒട്ടിച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ നടുഭാഗം നമുക്ക് ഒരു ചെറുതായിട്ട് കറക്റ്റ് ഒട്ടിയിരിക്കുന്ന പോലെ ആക്കാം. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ പഴം വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ പഴം വെച്ച ശേഷം നമുക്ക് നല്ല പച്ച ഈർക്കിലി വെച്ച് കുത്തി അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 എണ്ണം ടൈറ്റ് ചെയ്തിട്ട് ഇതിൽ വെക്കാനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി മച്ചന്മാരെ, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് ഞാനിപ്പോ കൈ കാണിക്കുന്ന പോലെ അവിടെ വെച്ച് നമുക്ക് നമ്മുടെ കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായി എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് പീച്ചി കൊടുത്തതിന് ശേഷം നമ്മുടെ കത്രിക വെച്ച് നമുക്ക് ഡയറക്റ്റ് അല്ല നമുക്ക് നേരെ കണ്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ മണ്ടേ ഭാഗം ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് കളയാന്നല്ല അതൊരിക്കലും വലിച്ചെറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനുശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ പോർഷൻ നടുവേ അങ്ങോട്ട് കീറാം. കാരണം നമ്മുടെ കമ്പിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ അടിയിൽ കൂടെയും വരണം. അടുത്തതായി നമുക്ക് ഇതിന്റെ അടിയിൽ ഇപ്പോ ആ കട്ടിയായിട്ടിരിക്കുന്ന ഭാഗത്ത് ഒരു തുളച്ചോണ്ട് വരാം. അപ്പൊ തുളച്ചിട്ട് അപ്പൊ നമ്മുടെ ബോട്ടിലെ പരിപാടി സെറ്റാണ്. നമ്മൾ തുളയൊക്കെ തുളച്ചിട്ടുണ്ടെന്നുണ്ട്. അടുത്ത മിക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ സോയിൽ മിക്സറിനായിട്ട് നമ്മള് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ മിക്സറിൻ്റെ അകത്ത് ആദ്യമായിട്ട് തന്നെ മണ്ണുണ്ട്, അതുപോലെ തന്നെ ചാണകപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ വേപ്പ് മണ്ണാക്കുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് നിറയ്ക്കാൻ തുടങ്ങാം. അപ്പൊ വെച്ചാൽ ഇത് നമ്മൾ മുറിച്ച കുപ്പി നമ്മൾ അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ കത്രിക ചെയ്ത് കട്ട് ചെയ്തതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് സലോ ടേപ്പ് വെച്ച് അതിന്റെ നമ്മൾ മുറിച്ച സ്ഥലം നമുക്ക് സലോ ടേപ്പ് എടുക്കാം. കാരണം മണ്ണ് പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം മച്ചന്മാരെ, നമ്മൾ സലോ ടേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നനച്ച മണ്ണ് നമ്മുടെ സോയിൽ മിക്സ് അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം. കാരണം കുറെ ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടതാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കാം. അപ്പോൾ വെച്ചാൽ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ലെയർ ചെയ്ത് വെച്ച സാധനം നമുക്ക് ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിടക്കാത്തതുപോലെ നമുക്കൊരു കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് നമുക്ക് അതിനെ കവർ ചെയ്യാം. മണ്ടയിൽ സലോ ടേപ്പ് പൊട്ടിച്ച് താഴെ സലോ ടേപ്പ് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ ലെയർ ചെയ്ത സാധനം ഉള്ളിൽ കവർ ആയിരിക്കുന്നവരെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് എന്നാ ചെയ്യുന്നുള്ള ഒരു വീഡിയോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കയറി കാണുക. ബൈ.